യഥോ ധർമ്മ തഥോ ജയ. ഭക്തസജ്ജനങ്ങളെ, നിങ്ങൾക്കെൻ്റെ പ്രണാമം. തുടർന്ന് വരുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പ്രധാനമായി പറഞ്ഞു നിർത്തിയത് ദ്രോണർ ഏകലവ്യയിൽ നിന്ന് ഗുരുദക്ഷിണയായി വലം കൈയുടെ പെരുവിരൽ മുറിച്ചു വാങ്ങുന്നതും, ദ്രോണർ പാണ്ഡവ കൗരവ കുമാരന്മാരെ വർഷങ്ങളായി പഠിപ്പിച്ചിരുന്ന ദിവ്യാസ്ത്രങ്ങളും മറ്റ് യുദ്ധമുറകളുമെല്ലാം പൊതുജനങ്ങളെയും കൊട്ടാര നിവാസികളെയും കാണിക്കുന്നതിലേക്ക് ഒരു പ്രദർശനം സഭ ഒരുക്കണമെന്ന് ധൃതരാഷ്ട്ര മഹാരാജാവിനോട് ആവശ്യപ്പെടുന്നതും അത് പ്രകാരം മഹാരാജാവ് നിർദ്ദേശിച്ച ആ വിശാലമായ പ്രദർശന ശാലയിൽ പാണ്ഡവ കൗരവ കുമാരന്മാരായ രാജാക്കന്മാരെല്ലാം അവരവർ ദ്രോണരിൽ നിന്ന് പഠിച്ചതിലെ പ്രധാനമായ അഭ്യാസങ്ങളെല്ലാം ആ വേദിയിൽ കാഴ്ചവെക്കുന്നതും, അവസാനം അർജുനനെ വിളിച്ച് അർജുനൻ ദ്രോണരിൽ നിന്ന് കരസ്ഥമാക്കിയ സർവ്വ ദിവ്യാസ്ത്രങ്ങളും അവിടെ പ്രയോഗിക്കുന്നത് പ്രദർശിപ്പിക്കുകയും ആ അർജുനൻ്റെ എല്ലാ യുദ്ധമുറകളും കണ്ടതിന് ശേഷം പുറത്തുനിന്ന് അർജുനനെ വെല്ലുവിളിച്ചത് കൊണ്ട് കർണൻ അവിടെ കടന്നു വരുന്നതും, കർണൻ അർജുനൻ അവിടെ പ്രദർശിപ്പിച്ച ദിവ്യാസ്ത്രങ്ങളെല്ലാം അതിനേക്കാൾ മികച്ച രീതിയിൽ ആ വേദിയിൽ കർണൻ പ്രദർശിപ്പിക്കുന്നതും, ആ പ്രദർശനം കണ്ട് വിജയഭേരി മുഴക്കുന്ന ജനങ്ങളുടെ ഇടയിൽ നിന്ന് അർജുനനെ ദ്വന്ദ്വയുദ്ധത്തിനായി കർണൻ വെല്ലുവിളിക്കുന്നതും, കർണൻ്റെയും അർജുനൻ്റെയും വെല്ലുവിളികൾ കേട്ട് ആ സഭയിൽ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഇരിക്കുകയായിരുന്ന കുന്തിദേവി മോഹാലസ്യപ്പെട്ട് വീഴുന്നതും, ആർക്കും അറിയാൻ വയ്യാത്ത രഹസ്യങ്ങളെല്ലാം സ്വയം തന്നെ മനസ്സിലാകുന്ന വിതുരർ ഇത് മനസ്സിലാക്കി ഗംഗാജലമെടുത്ത് കുന്തിദേവിയുടെ മുഖത്ത് തളിച്ച് കുന്തിദേവിയെ ബോധവതിയാക്കുന്നതും, അതിനുശേഷം കൃപാചാര്യരോട് ഏതെങ്കിലും വിധേന അർജുനനും കർണനും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം ഒഴിവാക്കണമെന്ന് വളരെ പരമരഹസ്യമായി വിതുരർ പറയുന്നതും ആയ ഭാഗങ്ങൾ ഞാൻ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു. ഇന്ന് തുടർന്ന് കർണൻ്റെ ദിവ്യമായ അസ്ത്രപ്രയോഗങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന ആ വേദിയിൽ ദുര്യോധനനും കൗരവന്മാരും തങ്ങൾക്ക് വർഷങ്ങളായി മഴ ലഭിക്കാതെ ജലം ലഭിക്കാതെ ഇരിക്കുന്ന ഒരു മരുപ്രദേശത്ത് ജലം ലഭിച്ചാലുണ്ടാകുന്ന ഒരു ആശ്വാസമാണ് അവരുടെ മനസ്സിലുണ്ടായത്. കാരണം ബാല്യകാലം മുതൽ തന്നെ കൗരവർക്ക് ഭീമനെ അതീവ ഭയമായിരുന്നു. അതിന് കാരണങ്ങളെല്ലാം ഞാൻ മുൻകഥകളിൽ നിങ്ങൾക്ക് പ്രതിപാദിച്ച് കേൾപ്പിച്ചു തന്നതാണ്. ഇപ്പോൾ ഭീമനെ മാത്രമല്ല, ഭീമനെ ഏത് വിധത്തിലും നേരിടുന്നതിലേക്ക് വേണ്ടിയുള്ള വർഷങ്ങളായുള്ള തയ്യാറെടുപ്പിനാൽ ദ്വന്ദ്വയുദ്ധത്തിൽ ഭീമനെ നേരിടാനുള്ള കരുത്ത് താൻ സംഭരിച്ചു എന്ന് വിശ്വസിച്ചിരിക്കുകയായിരുന്ന ദുര്യോധനന് അർജുനൻ്റെ ഈ യുദ്ധമുറകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ദ്രോണൽ പഠിപ്പിച്ച സർവ്വവിദ്യകളും അതേപടി കരസ്ഥമാക്കിയ അർജുനനെ നേരിടുക എന്നത് ഇനി കൗരവരിൽ ആർക്കും എന്ന് മാത്രമല്ല മറ്റൊരു രാജാക്കന്മാർക്ക് തന്നെ സാധ്യമല്ലല്ലോ എന്ന് ഇരിക്കുന്ന സന്ദർഭത്തിൽ ഏത് വിധത്തിൽ ഇനി അർജുനനെയും ഭീമനെയും നേരിടുമെന്ന് എന്ന് മനസ്സിൽ വ്യാകുലപ്പെട്ടിരിക്കുന്ന ദുര്യോധനൻ്റെ മുന്നിലാണ് കർണൻ ഈ വിധത്തിലുള്ള അഭ്യാസങ്ങൾ പ്രകടിപ്പിച്ചത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അതീവ സന്തുഷ്ടനായി ദുര്യോധനൻ വേദിയിലേക്ക് ഓടി വരികയും കർണനെ കെട്ടിപ്പുണർന്നുകൊണ്ട്, ഹേ പ്രിയ സുഹൃത്തേ, താങ്കൾക്ക് എന്താണ് ഞാൻ നൽകേണ്ടത്? താങ്കൾക്ക് എനിക്കുള്ളതെല്ലാം നൽകാൻ ഞാൻ സന്മനസ്സാണ്. എന്ത് വേണം എന്ന് ഈ വേദിയിൽ വെച്ച് എന്നോട് ആവശ്യപ്പെട്ടുകൊള്ളുക.
എന്ന് കർണനോട് ദുര്യോധനൻ പറയുകയും ഇത് കേട്ട് കഴിഞ്ഞ ദുര്യോധനൻ ആലിംഗനത്തിൽ നിന്ന് മുക്തനായതിനു ശേഷം ദുര്യോധനനോട് കർണൻ പറഞ്ഞു, അല്ലയോ പ്രിയ സുഹൃത്തേ, എൻ്റെ ജീവിതകാലം മൊത്തം ദൃഢമായ സൗഹൃദം മാത്രമാണ് അങ്ങിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ മറ്റൊരു പ്രതിഫലവും എനിക്ക് ആവശ്യമില്ല. ഞാനിപ്പോൾ അർജുനനെ ദ്വന്ദ്വയുദ്ധത്തിലേക്ക് വേണ്ടി വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഞാനും അർജുനനും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം നടക്കട്ടെ എന്ന് പറയുകയും പറഞ്ഞ് അങ്ങനെ മാറി നിൽക്കുകയായിരുന്ന കർണൻ്റെയും ദുര്യോധനൻ്റെയും മുന്നിലേക്ക് കൃപാചാര്യർ വരികയും സദസ്യരെല്ലാവരും കേട്ട രീതിയിൽ കൃപാചാര്യർ ഈ വിധം പറയുകയും ചെയ്തു. ദ്വന്ദ്വയുദ്ധത്തിന് ശരിയായ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം മാത്രമേ ദ്വന്ദ്വയുദ്ധം നടത്താവൂ. ഒന്ന്, ഒരു രാജകുമാരൻ രാജാവല്ലാത്ത ഒരാളിൽ നിന്ന് വ്യക്തിയോട് ദ്വന്ദ്വയുദ്ധം ഒരു കാരണവശാലും നടത്താൻ പാടില്ല. അർജുനൻ കുലസ്ത്രീയായ കുന്തിദേവിയുടെ പുത്രനും ഹസ്തിനപുരിയുടെ മുൻ രാജാവ് പാണ്ഡുമഹാരാജാവിൻ്റെ പുത്രനുമാണ്. മാത്രവുമല്ല, കുരുവംശ ജാതനായ അർജുനൻ പ്രശസ്തനായ രാജകുമാരനാണ്. അദ്ദേഹത്തെ നേരിടാൻ വെല്ലുവിളിക്കുന്ന കർണൻ ഏത് രാജകുലത്തിൽ ജനിച്ചതാണ് എന്നും തൻ്റെ മാതാവും പിതാവും ആരാണ് എന്നും ഇവിടെ വെളിപ്പെടുത്തണം. രാജകുമാരനല്ലാത്ത ഒരു വ്യക്തിയോട് ഒരു കാരണവശാലും അർജുനൻ ദ്വന്ദ്വയുദ്ധം നടത്താൻ പാടില്ല എന്ന് കൃപാചാര്യർ പ്രഖ്യാപിക്കുകയും ഇത് കേട്ട് ഒന്നും പറയാൻ കഴിയാതെ തലകുനിക്കുകയാണ് കർണൻ ചെയ്തത്. ആ സന്ദർഭത്തിൽ മുന്നത്തെ പോലെ ദുര്യോധനൻ ഇടപെടുകയും, ഹേ ഗുരു കൃപാചാര്യരെ, അർജുനൻ രാജാവിനോട് മാത്രമേ യുദ്ധം ചെയ്യുകയുള്ളൂ. എന്നാൽ ഞാൻ ഈ സമയത്ത് ഇതാ പ്രഖ്യാപിക്കുന്നു, കർണനെ നമ്മുടെ അംഗരാജ്യത്തിൻ്റെ രാജാവായി ഞാനിതാ വാഴിക്കാൻ പോകുന്നു, പ്രഖ്യാപിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ആരെവിടെ എത്രയും പെട്ടെന്ന് സ്വർണ്ണ കിരീടവും സ്വർണ്ണ പീഠവും അഭിഷേകത്തിന് വേണ്ടുന്ന ആചാര്യന്മാരും ഇവിടെ വരട്ടെ എന്ന് ദുര്യോധനൻ കൽപ്പിക്കുകയും നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ സ്വർണ്ണ പീഠവും സ്വർണ്ണ കിരീടവും ആചാര്യന്മാരും അവിടെ എത്തുകയും വഴിയാമണ്ണം സ്വർണ്ണ പീഠത്തിൽ കർണനെ ഇരുത്തി ആചാര്യന്മാർ വേദ മന്ത്രങ്ങൾ ഉരുവിട്ട് അഭിഷേകം നടത്തി, അംഗരാജ്യത്തിൻ്റെ രാജാവാക്കി കിരീടധാരണം നടത്തി. സദസ്യരെല്ലാവരും അങ്ങനെ സ്തംഭിച്ചിരിക്കുകയാണ്, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന്. ഈ സമയത്ത് രാജാവായി തീർന്ന കർണൻ അഭിഷേകം കഴിഞ്ഞതിന് ശേഷം കൃപാചാര്യരോട് ദുര്യോധനൻ വീണ്ടും ചോദിച്ചു, ഇനി കർണൻ ഇതാ രാജാവായിരിക്കുന്നു, ഇനി അർജുനനോട് കർണൻ യുദ്ധം ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ലല്ലോ കൃപാചാര്യരെ എന്ന് ആചാര്യരോട് ചോദിക്കുകയും ഈ സമയത്ത് അങ്ങ് സദസ്സിൻ്റെ ഒരറ്റത്ത് നിന്ന് ഒരു വൃദ്ധനായ മനുഷ്യൻ നടന്ന് വേദിയിലേക്ക് വരികയും ആ മനുഷ്യൻ്റെ വസ്ത്രങ്ങളെല്ലാം കീറിയിരിക്കുകയും വിയർപ്പിനാൽ നിറയപ്പെട്ട ആ ശരീരത്തിൽ തോടുകൂടി വേദിക്കടുത്തെത്തിയ ആ വൃദ്ധനായ മനുഷ്യൻ്റെ അടുത്തേക്ക് കർണൻ നടന്നെടുക്കുകയും ആ മനുഷ്യൻ്റെ മുന്നിൽ തല ഉനിച്ചു നിൽക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ പാണ്ഡവർക്കൊരു കാര്യം മനസ്സിലായി, ഈ നിൽക്കുന്ന കർണൻ ആ നിൽക്കുന്ന അധിരഥൻ എന്ന പഴയ തേരാളിയുടെ പുത്രനാണ് എന്ന്. ഈ വാസ്തവവും അതുതന്നെയാണ്. ഈ തേരാളി ആയ അധിരഥനാണ് പണ്ട് കുന്തിദേവി പേടകത്തിലാക്കി നദിയിലൊഴുക്കിക്കളഞ്ഞ കർണൻ്റെ ആ ഉണ്ണിവേഷത്തിലുള്ള പേടകത്തിലുള്ള ഉണ്ണിയെ നദിയിൽ നിന്നെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വളർത്തിയ അധിരഥൻ ഈ മനുഷ്യനാണ്. അദ്ദേഹം ഇപ്പോൾ വളരെ വൃദ്ധനും രോഗിയും ഒക്കെ ആയിരിക്കുന്നു. എങ്കിലും ഹേ പുത്ര, നിൻ്റെ അഭ്യാസങ്ങളൊന്ന് നേരിൽ കാണുന്നതിലേക്ക് വേണ്ടിയാണ് വൈകിയെങ്കിലും ഞാനിവിടെ എത്തിയത്. ആ സമയത്ത് നീ ഒരു രാജാവായി
അംഗരാജ്യത്തിലെ രാജാവായി നിന്നെ അഭിഷേകം ചെയ്യുന്നതും കണ്ടപ്പോൾ നിന്നെ വേദിക്കരികിൽ വന്നൊന്ന് അനുഗ്രഹിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഞാൻ ഈ വേദിയിലെത്തിയത്. ഒരു കാരണവശാലും ഞാനിപ്പോൾ ഈ വേദിയിൽ വരാൻ പാടില്ലായിരുന്നു അല്ലേ എന്ന് കർണനോട് ചോദിക്കുകയും ഇല്ല പിതാവേ എന്ന് പറഞ്ഞ് ആ വൃദ്ധനെ കർണൻ മാറോടണച്ച് കെട്ടിപ്പിടിക്കുകയാണ് ഉണ്ടായത്. ഇത് കണ്ടപ്പോൾ പാണ്ഡവന്മാർ എല്ലാവരും കൂട്ടമായി പരിഹസിക്കുകയും ഭീമൻ ഈ വിധത്തിൽ വിളിച്ചു പറയുകയും ചെയ്തു, ഹേ ദുര്യോധന, നീ ഇപ്പോൾ അംഗരാജ്യത്തിൻ്റെ രാജാവായി അഭിഷേകം നടത്തിയ കർണൻ കേവലം ചമ്മറ്റിയടിക്കാരനായ ഈ അധിരഥൻ്റെ പുത്രനാണെങ്കിൽ ആ അംഗരാജ്യത്തിലെ പ്രജകളുടെ കാര്യം കഷ്ടമാണല്ലോ. കേവലം ഒരു കുതിര വളർത്തുകാരനായ ചമ്മറ്റിയടിക്കാരനായ അധിരഥൻ്റെ പുത്രനാണ് അംഗരാജ്യത്തിൻ്റെ രാജാവായിരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുന്നു എന്ന് പറയുകയും, ഹേ കർണ, നീ അർജുനനെ യുദ്ധം ചെയ്യുന്നതിലേക്ക് വേണ്ടി വെല്ലുവിളിക്കുകയല്ല ചെയ്യേണ്ടത്. യുദ്ധത്തിലൂടെയല്ല ഞാൻ നിന്നെ ഇപ്പം വകവരുത്തുന്നതാണ്. കാരണം നിനക്ക് ജീവൻ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് ചമ്മട്ടിയും എടുത്ത് കുതിരലായത്തിലേക്ക് പൊയ്ക്കൊള്ളുക, ഇവിടെ നിന്ന് വെല്ലുവിളിക്കേണ്ട എന്ന് ഭീമൻ വിളിച്ചു പറയുകയും, ഇത് കേട്ട് വീണ്ടും തല താഴ്ത്തി നിൽക്കുകയായിരുന്ന കർണൻ്റെ മുന്നിലേക്ക് ആക്രോശിച്ചുകൊണ്ട് വീണ്ടും ദുര്യോധനൻ പറഞ്ഞു, ഹേ ഭീമ, ഒരു ക്ഷത്രിയന് യോജിച്ച രീതിയിലല്ല നിൻ്റെ സംസാരം ഇപ്പോൾ നടക്കുന്നത്. ഒരിക്കലും ഒരു ക്ഷത്രിയൻ ഈ വിധത്തിൽ സംസാരിക്കാൻ പാടുള്ളതല്ല. ഒരു യോദ്ധാവിൻ്റെ കുലം ആരും അന്വേഷിക്കരുത്. ഒരു നദിയുടെ ഉത്ഭവസ്ഥാനം ആരും അന്വേഷിക്കാറില്ല. നിനക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നതല്ലേ, കർണൻ അംഗരാജ്യത്തിൻ്റെ മാത്രം രാജാവാൻ യോഗ്യനല്ല, ഈ ലോകത്തിൻ്റെ തന്നെ അധിപനാവാൻ, ചക്രവർത്തിയാവാൻ യോഗ്യനാണ് കർണൻ. കാരണം കർണനെപ്പോലെ ഒരു വില്ലാളി ഇന്ന് ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പില്ല. മാത്രവുമല്ല, കർണനെ കണ്ടാൽ തന്നെ നിനക്കറിയില്ലേ, നമ്മളെല്ലാം കവചം പുറത്തണിഞ്ഞിരിക്കുമ്പോൾ ജന്മാ കവചത്തോടു കൂടിയും സൂര്യതേജസ്സിനേക്കാൾ തേജസ്സുള്ള കുണ്ടലങ്ങളോടുകൂടിയും സൂര്യനെപ്പോലെ തേജസ്സോടുകൂടിയും ജനിച്ച ഈ മഹാനെ കാണുമ്പോൾ ഇദ്ദേഹം ഏതെങ്കിലും ദേവപുത്രൻ തന്നെ അല്ല എന്നതിന് നിൻ്റെ കയ്യിൽ എന്താണ് തെളിവ്? മാത്രവുമല്ല, നീ എങ്ങനെയാണ് ജന്മം കൊണ്ടതെന്നും നിങ്ങൾ പാണ്ഡവരെങ്ങനെയൊക്കെയാണ് ജന്മം കൊണ്ടതെന്നും നമ്മുടെ പിതാക്കന്മാരെങ്ങനെയൊക്കെയാണ് ജന്മം കൊണ്ടതെന്നും എല്ലാം എനിക്കറിയാം. അതൊന്നും ഇവിടെ വിസ്തരിക്കേണ്ട കാര്യമില്ല. പക്ഷേ കർണൻ്റെ കുലം നീ അന്വേഷിക്കേണ്ട കാരണം, ഒരു കാരണവശാലും മാൻപേട സിംഹത്തെ പ്രസവിക്കാറില്ല. ഒരു സിംഹം ഒരിക്കലും മാൻപേടയുടെ പുത്രനാവുകയുമില്ല. അതിനാൽ കർണൻ വീരയോദ്ധാവാണ്, ഈ ലോകം കീഴ്പ്പെടുത്താൻ യോഗ്യനാണ്. ഇപ്പോൾ അവൻ അംഗരാജ്യത്തിൻ്റെ രാജാവുമാണ്. അതിനാൽ എത്രയും പെട്ടെന്ന് കർണൻ്റെ വെല്ലുവിളി സ്വീകരിച്ച് അർജുനനെ യുദ്ധത്തിന് പറഞ്ഞയക്കുക, അതാണ് നീ ചെയ്യേണ്ടത് എന്ന് ദുര്യോധനൻ പറയുകയും, പക്ഷേ അർജുനൻ്റെ അഭ്യാസങ്ങളെല്ലാം കണ്ടുകൊണ്ട് മേഘങ്ങളിൽ മറഞ്ഞു നിൽക്കുകയായിരുന്ന ഇന്ദ്രനും കർണൻ്റെ പരാക്രമങ്ങൾ കാണുന്നതിലേക്ക് വേണ്ടി സന്തോഷിച്ചു നിൽക്കുകയായിരുന്ന സൂര്യദേവനും കർണൻ അഭിമാനക്ഷതമേറ്റ് തലകുനിക്കുന്നത് കണ്ടപ്പോൾ വ്യഥ തോന്നിയ സൂര്യദേവൻ എത്രയും പെട്ടെന്ന് പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് അങ്ങ് മറഞ്ഞു കളയുകയാണ് ഉണ്ടായത്. ഈ സമയമായപ്പോൾ കൃപാചാര്യർ വീണ്ടും മുന്നോട്ട് വന്ന്, ഇതാ നേരം സന്ധ്യയായിരിക്കുന്നു, ദ്വന്ദ്വയുദ്ധം ഒരു കാരണവശാലും സൂര്യാസ്തമയത്തിന് ശേഷം നടക്കാൻ പാടില്ല. ആയതിനാൽ ഇന്നിവിടെ ദ്വന്ദ്വയുദ്ധം നടക്കുന്നതല്ല. എല്ലാ ആൾക്കാർക്കും ഈ യുദ്ധാഭ്യാസ മുറ പ്രകടനങ്ങളെല്ലാം തീർന്നിരിക്കുന്നു. എല്ലാവർക്കും ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളാം എന്ന് കൃപാചാര്യർ പ്രഖ്യാപിക്കുകയും, കൃപാചാര്യരുടെ ഈ പ്രഖ്യാപനം കേട്ട് രാജ കൊട്ടാരത്തിൽ നിന്നുള്ള എല്ലാവരും കൊട്ടാരത്തിലേക്ക് കയറിപ്പോവുകയും പൊതുജനങ്ങൾ ആ വേദിയിൽ നിന്ന് വിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. പാണ്ഡവരും അവിടെ നിന്ന് എണീറ്റ് പോയപ്പോൾ
ദുര്യോധനനും കൗരവന്മാരും കർണൻ്റെ മുന്നിലെത്തി കർണനെയും കൂട്ടി ദുര്യോധനൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. പ്രിയ സജ്ജനങ്ങളെ, ഈ ഭാഗം ഞാനിന്ന് ഇവിടെ നിർത്തുന്നു. കഥയുടെ തുടർഭാഗങ്ങൾ അടുത്ത ഭാഗങ്ങളിൽ പ്രതിപാദിക്കാം. ഒരു കാര്യം കൂടെ ഞാൻ പ്രത്യേകം എടുത്തു സൂചിപ്പിക്കുന്നു. മഹാഭാരത കഥ നമ്മൾ കേൾക്കുന്ന ഓരോ മനുഷ്യനും പ്രധാനമായിട്ടും ഇനി ഈ പാണ്ഡവ കൗരവ കഥകളും തുടർന്നുള്ള മഹാഭാരത യുദ്ധവുമൊക്കെ കേൾക്കുന്ന എല്ലാ ഭാഗത്തും മഹാഭാരത കഥയിൽ ധർമ്മത്തിൻ്റെ പ്രതീകങ്ങളായി പാണ്ഡവരെയും അധർമ്മത്തിൻ്റെ പ്രതീകങ്ങളായി കൗരവരെയും ചിത്രീകരിക്കുന്നു. എന്നാൽ മഹാഭാരത കഥയുടെ ഈ ഭാഗത്ത്, അതായത് കർണനോട് വേദിയിൽ വെച്ച് അധർമ്മത്തിൻ്റെ സംസാരമാണ് പാണ്ഡവരിൽ നിന്നുണ്ടാകുന്നത്. ഇവിടെ ദുര്യോധനൻ ധർമ്മഭാഷണം നടത്തുന്നത് നമുക്ക് കേൾക്കാം. മറ്റ് മഹാഭാരത കഥയുടെ മറ്റ് ഭാഗങ്ങളിലൊന്നും ദുര്യോധനിൽ നിന്നോ കൗരവരിൽ നിന്നോ ധർമ്മഭാഷണം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇവിടെ ഭീമനെയും അർജുനനെയും ഭയന്ന കൗരവന്മാർ ഏത് വിധേനയും കർണനെ തന്നോടൊപ്പം നമ്മളോടൊപ്പം കൂട്ടണമെന്നും കർണൻ നമുക്കൊപ്പം കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും പാണ്ഡവരോട് നമ്മൾ തോക്കേണ്ടി വരില്ല എന്ന വിശ്വാസവും നിലനിന്നതിനാൽ കർണനെ കൂടെ നിർത്തുന്ന നിലയ്ക്ക് വേണ്ടിയാണെങ്കിലും ആ വേദിയിൽ കർണന് വേണ്ടി ധർമ്മപ്രഭാഷണം നടത്തുന്നത് ദുര്യോധനാണ്. അങ്ങനെ തുടർന്നുള്ള മഹാഭാരത കഥകളിൽ അധർമ്മത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന കൗരവന്മാരിൽ നിന്ന് ഈ ഭാഗത്ത് ധർമ്മപ്രഭാഷണം കേൾക്കാൻ നമുക്കിടയാവുകയും ധർമ്മത്തിൻ്റെ പ്രതീകമായി തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വീണ്ടും പോകുന്ന പാണ്ഡവരിൽ നിന്ന് കർണനോട് അധർമ്മം സംസാരിക്കുന്നതും കേട്ട ഒരു ഭാഗമാണ് ഇന്ന് പറഞ്ഞത്. ഇതിൻ്റെ പ്രത്യേകതയും ഇതുതന്നെയാണ്. പ്രിയ സജ്ജനങ്ങളെ, മഹാഭാരത കഥയുടെ തുടർഭാഗങ്ങൾ അടുത്ത് പ്രതിപാദിക്കാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.